Good morning, students. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കേസസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ കേസ് കേട്ട ശേഷം നിങ്ങൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത് എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, റെഡിയാണല്ലോ? ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ടീച്ചർ മോട്ടിവേറ്റിംഗ് ദ സ്റ്റുഡൻസ് ബിഫോർ ഗോയിങ് ടു റൈറ്റ് ബോർഡ് എക്സാം എഴുതുന്നതിന് മുന്നേ ടീച്ചർ എന്ത് ചെയ്യാണ്? ക്ലാസ്സിലുള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പാരൻസ് ഗൈഡ് ചിൽഡ്രൻ ടു ഡു ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് പാരൻസ് കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് മാച്ചിന് മുന്നേ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ടീമിലുള്ള മെമ്പേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. നാലാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ ക്ലാസ് ലീഡർ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള ക്ലാസ്മേറ്റ്സിനെ എന്ത് ചെയ്യാണ്? പ്രോപ്പറായിട്ട് ലീഡ് ചെയ്യുന്നതാണ് നാലാമത്തെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, 4 കേസസും നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കേസ് സ്റ്റഡിയിൽ നിന്നിട്ട് എന്താണ് മനസ്സിലായത്? യെസ്, അതായത് ഒരു ആക്ഷന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആവശ്യമാണ്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനോ ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു ലീഡിങ്ങിൻ്റെയൊക്കെ ആവശ്യകതയുണ്ട്. അതാണ് നമുക്ക് ഈ 4 കേസസിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ ടേംസിനെയൊക്കെ ലീഡ് ചെയ്യുക, ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക, കൗൺസിലിംഗ്, ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, ഇതിനെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു വേർഡ് പറയും, ഒരു ടേം പറയും. അതെന്താണെന്നറിയോ? യെസ്, ഡയറക്റ്റിംഗ് എന്നാണ് അതിനെ പറയുന്നത്. ഇതിനെല്ലാം നമ്മൾ ഒരു ആക്ഷനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെയോ ലീഡ് ചെയ്യുന്നതിനെയോ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയോ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്നതിനെയൊക്കെ പറയുന്ന ടേം ആണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക് ഡയറക്റ്റിംഗ്. അതായത് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഡയറക്റ്റിംഗിന്റെ മീനിങ് ആണ് നോക്കാൻ പോകുന്നത്. മീനിങ് ഓഫ് ഡയറക്റ്റിംഗ്, അതായത് മീനിങ് ഓഫ് ഡയറക്റ്റിംഗ് പറയുന്നത് ഡയറക്റ്റിംഗ് ഈസ് എ മാനേജീരിയൽ ഫംഗ്ഷൻ ഓഫ് ഇൻസ്ട്രക്ടിങ്, ഗൈഡിങ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിംഗ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. അതായത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽസിനെ ഗൈഡ് ചെയ്യുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും ഇൻസ്ട്രക്ട് ചെയ്യുന്നതും കൗൺസിലിംഗ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മാനേജീരിയൽ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയോ മീനിങ്? നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് ഡയറക്റ്റിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ഏർണസ്റ്റ് ഡെയിൽ, ഡയറക്റ്റിംഗ് ഈസ് ടെല്ലിംഗ് പീപ്പിൾ വാട്ട് ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് they do it to the best of their ability എന്നാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽസിന് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്താൽ മാത്രം പോരാ, ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവർ ആക്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ മാക്സിമം എബിലിറ്റി ഉപയോഗിച്ചിട്ട് ആ ആക്ഷനിൽ ഇൻവോൾവ്ഡ് ആണോ എന്നുള്ളത് കൂടി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്, ഡിഫൈൻ ചെയ്തിട്ട് ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റിംഗിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. 6 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ് ഡയറക്റ്റിംഗിനുള്ളത്. അതിൽ ഫസ്റ്റത്തെ വന്നിട്ട് ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ് ആക്ഷൻ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ബാക്കിയുള്ള മാനേജീരിയൽ ഫംഗ്ഷൻസിലൊക്കെ, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്ങിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം എന്നതിനുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് മാത്രമാണ് ഡിസൈഡ് ചെയ്ത് വെക്കുന്നത്, മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നത്. അവിടെ ഒന്നും തന്നെ പ്രാവർത്തികമായിട്ട് നമ്മൾ പ്രാക്ടിക്കലി ഒന്നും തന്നെ ചെയ്യുന്നില്ല. സോ ഈ ഡയറക്റ്റിംഗ് ഫംഗ്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കണ്ടീഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത് എവിടെയാണ്? ഈ ഡയറക്റ്റിംഗ് ഫംഗ്ഷനിലാണ് എത്തുന്നത്. സോ ഡയറക്റ്റിംഗ് ഈസ് എ കീ മാനേജീരിയൽ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് സെക്കൻഡ് ഫീച്ചർ ആയിട്ട് പറയുന്നത് ഡയറക്റ്റിംഗ് ഈസ് പെർവാസീവ് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം എവറി മാനേജർ ഫ്രം ടോപ്പ് എക്സിക്യൂട്ടീവ് ടു സൂപ്പർവൈസർ പെർഫോം ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ. അതായത് എല്ലാവരും, അതായത് ഓർഗനൈസേഷനിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ടോപ്പ് എക്സിക്യൂട്ടീവ് മുതൽ സൂപ്പർവൈസർ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ പെർവാസീവ് എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. സോ ഇറ്റ് ഈസ് എ പെർവാസീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. എല്ലാവരുടെയും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
മൂന്നാമത്തെ ഫീച്ചർ ആയിട്ട് പറയുന്നത് ഡയറക്ടിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡയറക്ടിങ്ങിനെ കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ന് പറയാൻ കാരണം, അതായത് ഇവിടെ മാനേജർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് വർക്ക്ഔട്ട് ആവുന്നില്ല. ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുന്നത് വരെ മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ സബോർഡിനേറ്റ്സിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുകയും ഇൻസ്ട്രക്ട് ചെയ്യുകയും അതേപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇതിന് എന്ത് പറയുന്നത്, ഡയറക്ടിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ക്ലിയർ ആയോ? നാലാമത്തെ ഫീച്ചർ ആയിട്ട് പറയുന്നത് ഡയറക്ടിങ് ഈസ് പെർഫോമൻസ് ഓറിയന്റഡ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്സിലേക്ക് സക്സസ്ഫുള്ളി എത്താൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യാണ്, ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ ബെസ്റ്റ് പെർഫോമൻസ് വരാൻ വേണ്ടി അവരെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുകയും ഇൻസ്ട്രക്ട് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ലീഡ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യണം, അവരിൽ നിന്ന് ബെസ്റ്റ് ഒരു ഔട്ട്പുട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ നിന്നും ബെസ്റ്റ് പെർഫോമൻസ് വരാൻ വേണ്ടിയിട്ടും അതിലൂടെ ഒബ്ജക്റ്റീവ്സിലേക്ക് സക്സസ്ഫുള്ളി റീച്ച് ആവാൻ വേണ്ടിയിട്ടുമാണ് ഈ ഡയറക്ടിങ് ഫംഗ്ഷൻസ് എന്ത് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓറിയന്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ക്ലിയർ ആയോ? അടുത്ത ഫീച്ചർ ആയിട്ട് പറയുന്നത് ഇറ്റ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം എന്നാണ് പറയുന്നത്. അതായത് ഈ ഡയറക്ടിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും, പിന്നീട് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലൂടെ അത് ലോ ലെവലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ മാനേജേഴ്സും എന്ത് ചെയ്യണം, അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സിനെ അവിടെ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ സബോർഡിനേറ്റ്സും എന്താണ് ചെയ്യേണ്ടത്, അവരുടെ ഇമ്മീഡിയറ്റ് ബോസിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻസ്ട്രക്ഷൻസ് വാങ്ങിക്കേണ്ടത്. അവരുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ എന്ത് പറയുന്നത്, ഇറ്റ് ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം എന്ന് പറയാൻ കാരണം. ഓക്കെ, ലാസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത് ഡയറക്ടിങ് ഇൻവോൾവ് ഹ്യൂമൻ എലമെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഡയറക്ടിങ്ങിലൂടെ എന്ത് ചെയ്യാണ്, എംപ്ലോയീസ് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതേപോലെ തന്നെ മാനേജേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നു. പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസിലൂടെ അല്ലെങ്കിൽ മോട്ടിവേഷനിലൂടെ നല്ല രീതിയിലുള്ള ലീഡിങ്ങിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, എംപ്ലോയീസ് തമ്മിലും മാനേജർ ആൻഡ് സബോർഡിനേറ്റ്സ് തമ്മിലും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്, ഡയറക്ടിങ് ഇൻവോൾവ് ഹ്യൂമൻ എലമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഡയറക്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറക്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് ഡയറക്ടിങ് ഇനീഷ്യേറ്റ് ആക്ഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം, ബാക്കിയുള്ള മാനേജീരിയൽ ഫംഗ്ഷൻസിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള കണ്ടീഷൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്ത് വെക്കുന്നത്. ഈ ഡയറക്ടിങ് ഫംഗ്ഷനിലാണ് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസിലൂടെ അല്ലെങ്കിൽ ലീഡിങ്ങിലൂടെ ഇൻസ്ട്രക്ഷൻസിലൂടെയൊക്കെ അതിന് എന്ത് ചെയ്യുന്നത്, ആ ആക്ടിവിറ്റീസിനെ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തുന്നത്. സോ ഡയറക്ടിങ് ഇനീഷ്യേറ്റ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ക്ലിയർ ആയോ? അടുത്ത ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് ഡയറക്ടിങ് ഇൻറ്റഗ്രേറ്റ് എംപ്ലോയീസ് എഫേർട്ട് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, ഇവിടെ ഡയറക്ടിങ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നതിലൂടെ ഇൻഡിവിജ്വൽസിന്റെ എഫേർട്സിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ലീഡർഷിപ്പിലൂടെ അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡ് ലൈൻസിലൂടെ ഇൻസ്ട്രക്ഷൻസിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടീം വർക്ക് ആക്കി എടുക്കുന്നുണ്ട്. അതായത് ഗുഡ് ലീഡർ, മാനേജർ എന്ത് ചെയ്യണം, ഗുഡ് ലീഡർഷിപ്പ് ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓരോ ഇൻഡിവിജ്വൽസിന്റെ എഫേർട്ടിനെയും അതേപോലെ ടീം വർക്കിനെയും എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്, ഇവിടെ ഇന്റഗ്രേറ്റ് എംപ്ലോയീസ് എഫേർട്ട് എന്ന് പറയുന്നത് കാരണം. ഓക്കെ, ക്ലിയർ ആയോ? മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് ഡയറക്ടിങ് ഹെൽപ്സ് ഇൻ മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഡയറക്ടിങ് ഫംഗ്ഷൻസിലൂടെ എന്ത് ചെയ്യാണ്, മാനേജേഴ്സ് പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടും ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്തിട്ടും എംപ്ലോയീസിന് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ കപ്പബിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്ത് അവരുടെ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തുന്നത് വഴി ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് കൂടി അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യാണ്, അവരെ കപ്പബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, മോട്ടിവേഷൻ ചെയ്യുന്നതിലൂടെ. സോ ഹെൽപ്സ് ഇൻ മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസും അതേപോലെ തന്നെ ലീഡർഷിപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അവർ എന്ത് ചെയ്യാണ്, ഇനീഷ്യേറ്റ് ചെയ്യിക്കുകയാണ്, അവരുടെ ഫുൾ പൊട്ടൻഷ്യൽസ് ഉപയോഗിച്ചുകൊണ്ട് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയാണ് ഈ ഡയറക്ഷൻ ഫംഗ്ഷനിലൂടെ ചെയ്യുന്നത്. സോ ഈ ഒരു പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നതും അതാണ്. ക്ലിയർ ആയോ? അടുത്ത ഫീച്ചർ ആയിട്ട് പറയുന്നത് ഡയറക്ടിങ് ഫെസിലിറ്റേറ്റ് ചേഞ്ചസ് എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിസിനസ് ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ഇൻ എ ഡൈനാമിക് എൻവയോൺമെന്റ്. അതായത് ചേഞ്ചസ് ഉണ്ടാവുന്ന, മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു എൻവയോൺമെന്റിലാണ് ഓരോ ബിസിനസ് ഓർഗനൈസേഷനും എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. സോ എംപ്ലോയീസ് എല്ലാ സാഹചര്യങ്ങളിലും എപ്പോഴും എന്തായിരിക്കും, ആ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനാണ്
കൂടുതലായിട്ടും ഉള്ളത്, ഓപ്ഷൻസ് ഉള്ളത്. സോ അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാനും ഈ ചേഞ്ചസുമായി കോപ്പറേറ്റ് ചെയ്യാനും എന്താവും, തയ്യാറാവും എന്നാണ് പറയുന്നത്. അതായത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും ലീഡ് ചെയ്യാനും ആളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസിനെ അവർ ചാലഞ്ച് ആക്കി മാറ്റി അതുമായി കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവും എന്നാണ് പറയുന്നത്. സോ ഡയറക്റ്റിംഗ് ഫെസിലിറ്റേറ്റ് ചേഞ്ചസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ക്ലിയർ ആയോ? അടുത്തത് ലാസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് ഡയറക്റ്റിംഗ് ഹെൽപ്സ് ടു ബ്രിങ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ബിക്കോസ് നമുക്കറിയാം ഈ ഡയറക്റ്റിംഗ് ഫംഗ്ഷനിലൂടെ നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ ഇന്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡെവലപ്പ് ചെയ്യാനും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് വഴി തന്നെ എംപ്ലോയീസ് എന്ത് ചെയ്യാണ്, ഒരു ഹാർമണി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിലുള്ള ഒരു എൻവയോൺമെന്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത് തന്നെ. സോ അവിടെ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റെബിലിറ്റി നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡയറക്റ്റിംഗ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡയറക്റ്റിംഗിലുള്ള ഒരു പ്രോപ്പർ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, മോട്ടിവേഷൻ നൽകുന്നതിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, മാനേജറും സബോർഡിനേറ്റും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ്, എംപ്ലോയീസ് തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. സോ അവിടെ എന്താണ്, ഓർഗനൈസേഷനിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, മീനിങ് ഓഫ് ഡയറക്റ്റിംഗ്, ഡെഫിനിഷൻ ഓഫ് ഡയറക്റ്റിംഗ്, അതേപോലെ തന്നെ ഡയറക്റ്റിംഗിന്റെ ഫീച്ചേഴ്സും പഠിച്ചു, ഇമ്പോർട്ടൻസും പഠിച്ചു. അപ്പൊ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സോട് അവസാനിക്കുകയാണ്.